നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മോക്ക് ടെസ്റ്റാണ്. 20 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു മോക്ക് ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമുക്കൊട്ടും സമയം കളയാതെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരായിരുന്നു? കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരായിരുന്നു? ഇതിൻ്റെ ആൻസർ വേലുത്തമ്പി ദളവയാണ്. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ് അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ചുമതലയുള്ളത്? കേരളത്തിൽ ജനന മരണ രജിസ്റ്റർ ചെയ്യുന്നത് ഏത് വകുപ്പാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്, മാറിപ്പോകരുത്. നിങ്ങൾക്കിതിൻ്റെ ആൻസർ അറിയുമോ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ജനന മരണ രജിസ്ട്രേഷൻ നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ അവസാനമായിട്ട് രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മാതൃകയാണ്. മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മാതൃക ഏതാണ്? ചില എക്സാമുകളിലൊക്കെ ചോദിച്ച് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മാതൃക തന്നിരിക്കുന്നതിൽ ഏതാണ്? വാർത്താ പദ്ധതിയാണ്. മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മാതൃക വാർത്താ പദ്ധതി. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം? സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നത് 1956-ലാണ്. 1956-ലാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന സംഘടന ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന സംഘടന ഏത്? ഓപ്ഷൻസ് നോക്കിക്കേ. UN, അതുപോലെ സീറ്റോ, നാറ്റോ, സാർക്ക്, ഇത്രയുണ്ടല്ലേ. ഇതിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന സംഘടന സീറ്റോ ആണ്. മാറിപ്പോകരുത്, സീറ്റോ. അടുത്ത ചോദ്യം, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രാജ്യം? സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രാജ്യം ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമ്മുടെ ഇന്ത്യയുണ്ട്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രാജ്യം പക്ഷേ ഇന്ത്യയല്ല. ഏതാണ്? ജപ്പാനാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടമാണ്. പട്ടത്താണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ. പട്ടം, തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ആദികാവ്യം എന്നറിയപ്പെടുന്നത് ഏതാണ്? രാമായണമാണ് ആദികാവ്യം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചലച്ചിത്രം? 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ഏതാണ്? പുലിമുരുകനാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടി? ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ്. അടുത്ത ചോദ്യം, ലോകസഭയിലെ ആദ്യ വനിതാ സ്പീക്കർ ആരാണ്? ലോകസഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കറാണ് മീരാ കുമാർ. മീരാ കുമാറാണ് ലോകസഭയിലെ ആദ്യ വനിതാ സ്പീക്കർ. അടുത്ത ചോദ്യം, ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെ? ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് എവിടെയായിരുന്നു? ഹാമിൽട്ടണിലാണ് ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നിട്ടുള്ളത്. അനശ്വര പൈതൃകത്തിൻ്റെ മഹത് കലാസൃഷ്ടിയായി യുനെസ്കോ പ്രഖ്യാപിച്ച കേരളീയ കലാരൂപം? അനശ്വര പൈതൃകത്തിൻ്റെ മഹത് കലാസൃഷ്ടിയായി യുനെസ്കോ പ്രഖ്യാപിച്ച കേരളീയ കലാരൂപമാണ് കൂടിയാട്ടം. അടുത്ത ചോദ്യം, രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗ്രന്ഥം? താഴെ തന്നിരിക്കുന്നതിൽ രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗ്രന്ഥം ഏതാണ്? ഗോരയാണ് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗ്രന്ഥം. അടുത്ത ചോദ്യം, വരിക വരിക സഹചരെ വലിയ സഹന സമരമായി എന്ന വരികൾ രചിച്ചത് ആരാണ്? വരിക വരിക സഹചരെ വലിയ സഹന സമരമായി എന്ന വരികൾ രചിച്ചത് അംശി നാരായണ പിള്ളയാണ്. അംശി നാരായണ പിള്ള. അടുത്ത ചോദ്യം, മാഗ്ന കാർട്ട ഒപ്പുവെച്ച രാജാവ് ആരാണ്? ജോൺ രാജാവാണ്. അടുത്ത ചോദ്യം, യുഗപുരുഷൻ എന്ന മലയാള ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്?
യുഗപുരുഷൻ എന്ന മലയാള ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിത ചരിത്രത്തെക്കുറിച്ചുള്ള കഥയാണ് യുഗപുരുഷൻ എന്ന സിനിമ. അടുത്ത ചോദ്യം, സാധുജന പരിപാലന സംഘത്തിന് രൂപം നൽകിയത് ആരാണ്? സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. നമ്മളിപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് 14 വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.